97 അതായത് നമ്മുടെ നാട്ടിലത്തെ പ്രീമിയം എന്നൊക്കെ പറയില്ലേ, അതാണ് 97 അതിലൂടെ 60 രൂപയുള്ളൂ. ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. CRF ഇവിടെ ഉണ്ട് കേട്ടാ. നമ്മൾ ഒരു ബീച്ചിൽ വന്നേക്കണേ. ഇന്ന് പണി ഉണ്ടായിരുന്നില്ല, അപ്പോൾ വണ്ടി ഞാനും കൂടി വന്ന് ബീച്ചായിട്ട് വന്നിട്ട് വൈബ് എടുക്കാമെന്ന് ഓർത്തിട്ട് വന്നേക്കണേ. ഇതൊരു ക്യാമ്പ് സൈറ്റാണ് ഇവിടെ. ഞാൻ CRFനെ പറ്റി 2 വാക്ക് സംസാരിക്കാം. ഇത് CRF 2015 മോഡൽ 250 അല്ലാണ്ട 250cc സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂടാണ്ട് ഇത്. നമ്മുടെ പണ്ടത്തെ CBR 250 ഡിസ്കണ്ടിന്യൂ ആയിപ്പോയ അതിൻ്റെയൊക്കെ ഒരു എൻജിൻ കോൺഫിഗറേഷനിൽ ഡിറൈവ് ചെയ്ത എൻജിനാണ് ഇത്. പക്കാ മോട്ടോ ക്രോസ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ നമുക്ക് മെരിക്കിയ ഒരു മോട്ടോ ക്രോസ് പോലെ ഉണ്ട്. നമ്മുടെ കവാസാക്കിൻ്റെയൊക്കെ മോട്ടോ ക്രോസ് വണ്ടിയൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, പിക്കപ്പിലൊക്കെ കൊണ്ടുപോകണം. ആ ഒരു ഭീകര ടൈപ്പൊന്നുമില്ല, പക്ഷേ നമുക്ക് കൈകാര്യം ചെയ്യാവുന്നുള്ളൂ. മറ്റേ വണ്ടി എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് റോട്ടിൽ ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. ഈ വണ്ടി റോട്ടിലൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാം. 4 സ്ട്രോക്കാണ്ട. ടൂറിങ് ഫ്രണ്ട്ലി ആണെന്ന് ചോദിച്ചാൽ അല്ല. ഇത് അത്യാവശ്യം ചെറിയ റൈഡൊക്കെ ഉണ്ടല്ലോ, ചെറിയ റൈഡിനൊക്കെ മാത്രമേ പറ്റുള്ളൂ. നമുക്ക് അത്ര വല്ലായിട്ട് ടൂർ ചെയ്യാൻ പറ്റുന്നില്ല. ഇത് കണ്ട സീറ്റൊക്കെ കണ്ട ചെറുതാണ്. അത്യാവശ്യം നടുവേനയൊക്കെ എടുക്കേണ്ട. എനിക്ക് ഒരു 100 കിലോമീറ്ററൊക്കെ ഓടിക്കുമ്പോൾ തന്നെ നടുവേന എടുക്കും. ഈ വണ്ടിയുടെ പല വേരിയൻ്റ് ഉണ്ട് ഇവിടെ. 250L ഉണ്ട്, റാലി ഉണ്ട്, 300 ഉണ്ട്, 300 റാലി ഉണ്ട്, 190 ഉണ്ട്, 150 ഉണ്ട്, ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിൽ ഇതൊന്നും രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. ഇത് ഇവിടെ പക്കാ രജിസ്റ്റർ ചെയ്ത വണ്ടിയാണ്. നമുക്ക് എവിടെ വേണമെങ്കിലും ഓടിക്കാം. റോട്ടിലും ഏത് ട്രയലിൽ വേണമെങ്കിലും ഓടിക്കാം. ഓഫ് റോഡ് ടയേഴ്സ് ആണ് ഇട്ടാണ്. മലേഷ്യ നമ്മുടെ നാട് പോലെ ഉണ്ട്. ആൾക്കാരൊക്കെ വിൽക്കാൻ നടക്കുന്നുണ്ട് സൈക്കിളിനൊക്കെ. ഐസ്ക്രീംകാരനൊക്കെ പോകണ അക്രമമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്രമമൊന്നുമില്ല, ആർക്ക് വേണമെങ്കിലും ഓടിക്കാം. നമ്മുടെ 2 സ്ട്രോക്ക് മോട്ടോക്രോസ് വണ്ടിയൊക്കെയില്ലേ, അതേപോലെയൊന്നുമില്ല. അതെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് റോട്ടിൽ ഓടിക്കാൻ പറ്റില്ലല്ലോ. ഇത് നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം. അത്ര മാരകം പവറൊന്നുമില്ല. സാധാരണ ഒരു ബൈക്ക് പോലെ തന്നെ, പക്ഷേ എല്ലാം ലൈറ്റ് വെയിറ്റ്. നമുക്ക് മോട്ടോ ട്രയലിനൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ ഒരു ഹോണ്ടയുടെ റിലയബിൾ ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. വലിയ ട്രാവൽ ഷോക്കൊക്കെ ഉണ്ട്. 2 ടയർ ഓഫ് റോഡ് ടയേഴ്സാണ്. ഡൺലോപ്പിൻ്റെ 120ഉം 100ഉമാണ്. ഫുഡ് പെഗ് കണ്ട. ഇതിൻ്റെ മീറ്ററിലേക്ക് നോക്കിക്കാനല്ലേ അത്യാവശ്യം കുറച്ച് കാര്യങ്ങളോടാ. സ്പീഡോമീറ്റർ, ടോട്ടൽ മൈലേജ്, ടൈം, ഫ്യൂൽ ഇൻഡിക്കേറ്റർ, 2 ട്രിപ്പ്, ബാക്കിയുള്ള ഇൻഡിക്കേറ്റേഴ്സൊക്കെ കേട്ടോ. ഹിൽ സ്വിച്ച്, പാസ് ഉണ്ട്, ഹോൺ ഉണ്ട്. ഇതൊക്കെ എല്ലാം ആഫ്റ്റർ മാർക്കറ്റ് ലീവേഴ്സാണ് കേട്ടോ. അഡ്ജസ്റ്റബിൾ ആണ്. ഇതേ കണ്ട ഫ്രണ്ടിൽ നിന്നുള്ള ലുക്ക് ഇതേ ഇങ്ങനെ. വണ്ടി റോട്ടിൽ കൂടെ ഓടിക്കുമ്പോൾ അടിപൊളിയായിട്ട് കാറ്റ് പിടിക്കണ്ടടാ. മറ്റേ വണ്ടികളുടെ ഇടയിലായിട്ട് കയറി പോണ പോലെയൊക്കെ തോന്നും. ഒരു പ്ലേറ്റൊക്കെ കൊടുത്തുണ്ട്. വണ്ടി സെക്കൻഡ് ഹാൻഡ് വാങ്ങിച്ചണ്ട, പഴയ ഓണർ ചെയ്തൊക്കെ. അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടെന്ന് വെച്ചാൽ ഈ ലൈറ്റ് കണ്ട, ഈ ലൈറ്റ് ഹാലോജനാണ്. കൂടുതൽ വിസിബിലിറ്റിക്ക് വേണ്ടി ആയിരിക്കാം. ഇൻഡിക്കേറ്റർ ഉണ്ട് കേട്ടോ. അതും ഒരു പഴയ ടൈപ്പാണ്ട. പിന്നെ ഒരു കിഡിലൻ ഫെൻഡർ ഉണ്ട്, പ്ലാസ്റ്റിക് ഫൈബറാണ്, പക്ഷേ ഇല്ലേ നല്ല ലുക്കാണ് വണ്ടി കാണാൻ. ആ ഫെൻഡർ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഉണ്ടല്ലോ, നല്ല രസമാണ്, ചുണ്ട് പോലെ ഇരിക്കും. പിന്നെ ഒരു പഴയ ടൈപ്പ് ടെയിൽ ലൈറ്റും ഉണ്ട്. ഇൻഡിക്കേറ്ററിനെ ചേട്ടാ ഒടിഞ്ഞിരിക്കണേണ്ട. ഇതൊരു ലോക്കാണ് ഇത്. അത് തന്നെ ഹെൽമെറ്റ് വെക്കാനുള്ള ലോക്കില്ലേ, അതാണ്ട് ഇത്. കീട്ടിട്ട് ഹെൽമെറ്റ് വെക്കാൻ പറ്റും. പിന്നെ അതേ പില്ലിയൻ്റെ ഫൂട്ട് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ. സത്യം പറഞ്ഞാൽ ഈ വണ്ടിയിൽ പില്ലിയൻ ഇരുത്തിക്കൂടാ. പില്ലിയൻ ഇരിക്കാനുള്ള സ്ഥലമില്ല. ഫുഡ് പാക്ക് എങ്ങനെ വെച്ചാവോ ഇത്. ശരി, പിന്നെ ഇത് കണ്ട ഈ സ്റ്റാൻഡില്ലേ,
മുട്ടൻ ലോങ്ങാണ്ട കണ്ട, നല്ല ഹൈറ്റിലാണ്ട സ്റ്റാൻഡ് ഇരിക്കണ. വണ്ടിക്ക് അത്യാവശ്യം ഹൈറ്റ് ഉണ്ടല്ലോ, അതുകൊണ്ട് നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് കണ്ട. അത്യാവശ്യം ഹമ്പിലൊന്നും നിർത്താറൊന്നുമില്ല. പണ്ടൊക്കെ വേറെ വണ്ടിയിലൊക്കെ നീറ്റിക്കണ്ടേ, ഇതൊന്നും നീറ്റിക്കണ്ട. നമ്മ ഹമ്പ് കയറണമെന്ന് അറിയ പോലും ഇല്ല. പിന്നെ ഈ വണ്ടിക്ക് ഒരു പ്രത്യേകത എന്ന് വെച്ചാലേ, ഇത് കണ്ട നമ്മുടെ മറ്റേ ഇതിലേ മോണോഷോക്കിന്റെ ലിങ്ക് കണ്ട താഴേന്ന് തന്നെയാക്കണം. കണ്ടാ മനസ്സിലാവുന്ന അറിയാൻ പോലെ മോണോഷോക്കിന്റെ താഴത്തെ കണക്ഷന് ഇങ്ങനെ ലിങ്ക് ടൈപ്പ് ഷോക്ക് എന്ന് പറയണ. പിന്നെ അലൂമിനിയം സ്വിങ്ങാമുണ്ട്, പിന്നെ ഒരു മഡ് ഗാർഡ് ഉണ്ട് ഇവിടെ. ഇതൊക്കെ എല്ലാം റിസർവർ ആണ് ബ്ലേക്ക് ഫ്ലൂയിഡിന്റെ ഒക്കെ. പിന്നെ ഈ വണ്ടി 6 സ്പീഡ് കണ്ട ഗിയർ ബോക്സ്. പിന്നെ നല്ല വിസിബിലിറ്റി ഉള്ള മിറേഴ്സ് ആണ് കൊടുത്തേക്കണം. നല്ല വിസിബിലിറ്റി ആണ്. ഇതാണ് ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ. ഞാൻ വണ്ടി ഒന്ന് സ്റ്റാർട്ടാക്കി കാണിച്ചു തരാം. ഇതാണ് വേണ്ട സൗണ്ട്. ഒരു ഫുൾ ടാങ്ക് ഒക്കെ അടിച്ച് കഴിഞ്ഞാൽ ഒരു 200 കിലോമീറ്റേഴ്സ് ഒക്കെ ഓടാൻ പറ്റുമായിരിക്കും. ആ ഫ്യൂൽ ടാങ്ക് ഭയങ്കര ചെറുതാണ്, അതാണ് ഒരു പോരായ്മ ഉള്ളത്. ഇതും കൂടി സെറ്റായിരുന്നെങ്കിൽ സീറ്റും കൂടി കസ്റ്റമൈസ് ചെയ്ത് തന്നെ കുറച്ച് ടൂർ ചെയ്യാറുണ്ട്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഈ വണ്ടീനെ പറ്റിയുള്ള ചെറിയ 2 വാക്കുകൾ. അപ്പോൾ വേറൊരു വീഡിയോവും വേറൊരു വണ്ടിയുമായിട്ട് പിന്നെ വരാം. ബൈ ബൈ. നമ്മ അവിടെ കൊണ്ട് കാശ് കൊടുത്തിട്ടാ. ഇനി പെട്രോൾ ടാങ്ക് തുറന്നിട്ട് നമുക്ക് തന്നെ അടിക്കാന്നോ. നമുക്ക് 97 മാത്രമേ അടിക്കാൻ പാടുള്ളൂ. ഇവിടെ 2-3 മോഡലുണ്ട് കേട്ടോ. 97, 95 ഉണ്ട്. പക്ഷെ നമ്മുടെ സിംഗപ്പൂർ വണ്ടി ആയത് കാരണം 97 മാത്രമേ അടിക്കാൻ പാടുള്ളൂ. 97 ആണ് പഠിച്ചേക്കണം. 97-ന് 18 റിങ്കറ്റ് കൊടുത്തപ്പോഴേക്കും 5.2 ലിറ്റർ കിട്ടി. അപ്പോൾ നമ്മൾ ടാങ്ക് ഫുള്ളായി. ഓൾറെഡി കുറച്ച് പെട്രോൾ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ 7 ലിറ്റർ ആണല്ലോ ടാങ്ക്. അപ്പോൾ 5.5 കൂടെ അടിച്ചപ്പോഴേക്കും ടാങ്ക്. നമ്മൾ മലേഷ്യയിലില്ലേ നോർമലായിട്ട് 2 തരം പെട്രോൾ ഉണ്ട്. 97 ഒക്ടേനും 95 ഒക്ടേനും. അത് 97 ഒക്ടേൻ പെട്രോളാണ് നമുക്ക് സിംഗപ്പൂരിൽ നിന്ന് പെട്രോൾ അടിക്കാണ്ട് വന്ന ആൾക്കാർക്ക് അടിക്കാൻ പാടുള്ളൂ. 95 ഒക്ടേൻ ഇവിടെ രജിസ്റ്റേർഡ് വണ്ടികൾക്ക് വേണ്ടി മാത്രമേ ഉള്ളൂ. 95 ഒക്ടേനിൽ നമ്മുടെ നാട്ടിലത്തെ 40 രൂപ ലിറ്ററിന്. ആലോചിച്ച് നോക്കി, ഇത് വിലക്കുറവാണല്ലേ. മറ്റേതാണെങ്കിൽ 97 ഒക്ടേനാണെങ്കിൽ, അതായത് നമ്മുടെ നാട്ടിലത്തെ പ്രീമിയം എന്നൊക്കെ പറയൂലേ, അതാണ് 97 ഒക്ടേൻ. അതിനിവിടെ 60 രൂപ ഉള്ളൂ. നമ്മുടെ നാട്ടിലത്തെ ഇവിടുത്തെ നമ്മളുടെ വ്യത്യാസം അതാണ്. നമ്മുടെ നാട്ടിൽ പിന്നെ ടാക്സും അതും ഇതൊക്കെയാണ്. ഇവിടെയും ചിലപ്പോൾ ടാക്സ് ഒക്കെ ഉണ്ടാകും, പക്ഷേ ജനങ്ങളെ പറ്റിച്ചുകൊണ്ടുള്ള ഒരു സമ്പാദ്യമൊന്നും ഉണ്ടാവില്ല ഗവൺമെൻറ്റിന്.